ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക. അതായത് ഇനി മുതൽ അത് ചെയ്യാതിരിക്കുക. ഇതിനു മുന്നേ നിങ്ങൾ നിങ്ങളുടെ വീഡിയോക്ക് വ്യൂസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ട്രിക്കുകളായിരിക്കും. പക്ഷേ 2026 നിങ്ങളത് ചെയ്യരുത്. കാരണം നിങ്ങളുടെ വീഡിയോക്ക് വ്യൂസ് കുറയാൻ കാരണമാകുന്ന കാര്യങ്ങളായിരിക്കും അത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെ ചെയ്ത് വരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. ഇതിലെന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ പറയുന്നത് ഇനി 2026 വ്യൂസ് കൂടുമെന്ന് കരുതിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കാനാണ്. ആദ്യത്തേത് നോക്കാം. അതായത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യാം. ഇപ്പോൾ ഒരാഴ്ചയിൽ 7 ദിവസം വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ ക്ലിക്കാകും, റീച്ചാകും എന്ന് വിചാരിച്ചിട്ടാണ് മിക്ക ആളുകളും വീഡിയോസ് ചെയ്യുന്നത്. പക്ഷേ ആഴ്ചയിൽ നമ്മൾ എത്ര വീഡിയോ ചെയ്തു എന്നുള്ള എണ്ണമല്ല യൂട്യൂബ് നോക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ആഴ്ചയിൽ നിങ്ങൾ 1-2 വീഡിയോ മാത്രം ചെയ്തിട്ടുള്ളൂ എങ്കിലും 2026 നോ പ്രോബ്ലം. പക്ഷേ ആ വീഡിയോക്ക് ക്വാളിറ്റി വേണം, ആളുകൾക്ക് കാണാൻ തോന്നുന്ന വീഡിയോ ആയിരിക്കണം. ഡെയിലി വീഡിയോ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം? നിങ്ങൾ വീഡിയോൻ്റെ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കില്ല. നിങ്ങൾക്ക് ഡെയിലി എന്തെങ്കിലും ഇടണം, ഇന്നെന്തെങ്കിലും ഇട്ടോ, അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ തട്ടിക്കൂട്ടി ഇടും. 2026 ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കും ഇത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, വീഡിയോയുടെ ക്വാണ്ടിറ്റി അല്ല യൂട്യൂബ് നോക്കുന്നത്, ക്വാളിറ്റിയാണ്. എല്ലാ ആഴ്ചയിലും നിങ്ങൾ ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അത് കൺസിസ്റ്റൻസിയാണ്. ആഴ്ചയിൽ 2 വീഡിയോ നിങ്ങൾ ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ അടുത്ത ആഴ്ച 2 വീഡിയോ, അതിൻ്റെ പിറ്റത്തെ ആഴ്ച 2 വീഡിയോ, അതൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ പലരും വിചാരിച്ചിട്ടുള്ളത് ഡെയിലി വീഡിയോ ചെയ്യുന്നതാണ് ഈ ഒരു കൺസിസ്റ്റൻസി എന്നുള്ളത്. പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. യൂട്യൂബ് ഇപ്പോൾ വീഡിയോയുടെ ക്വാണ്ടിറ്റി നോക്കുന്നില്ല, ക്വാളിറ്റിയാണ്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഒരാൾ വീഡിയോ ചെയ്യുമ്പോൾ അവർ കൂടുതൽ സമയം ചിലവഴിക്കുന്നൊരു കാര്യമാണ് ടാഗുകൾ. ഒരുപാട് കീവേഡുകൾ നമ്മളിങ്ങനെ റിസർച്ച് ചെയ്യുക. തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചിട്ടും ക്യാഷ് കൊടുത്തിട്ട് വരെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് കീവേഡുകൾ, ടാഗുകൾ ഒരുപാട് കൊടുക്കുക. ടാഗ് സ്റ്റഫ് എന്നൊക്കെ പറയും. അപ്പോൾ ടാഗുകൾക്ക് പിറകെ നിങ്ങൾ ഓടേണ്ട ഒരു ആവശ്യമില്ല. 2026 നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ. നേരത്തെ പറഞ്ഞു വീഡിയോൻ്റെ ക്വാളിറ്റി, അത് ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞു. അതിൻ്റെ കൂടെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ടാഗിന് പിറകെ നിങ്ങൾ ഓടി നടന്നിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കേണ്ട കാര്യമില്ല. ഒരുപാട് ആളുകൾ അത് ചിന്തിച്ചിട്ട് അതിങ്ങനെ കൊടുത്ത് ചെയ്യാറുണ്ട്. ഒരിക്കലും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് സംഭവം കൊടുക്കരുത്. അത് യൂട്യൂബിന് ഈ ഒരു 2026 യൂട്യൂബ് ഒരു തരത്തിലത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. മിക്ക ക്രിയേറ്റേഴ്സും ന്യൂ യൂട്യൂബേഴ്സ് സ്പെഷ്യലി വിചാരിച്ചിട്ടുള്ളത് ഒരുപാട് കീവേഡുകൾ ഇങ്ങനെ കൊടുത്ത് ടാഗ് സ്റ്റഫിങ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് കിട്ടുമെന്നുള്ളതാണ്. യൂട്യൂബ് ഇപ്പോൾ അത് നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല രീതിയിലുള്ള ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ സമയം നിങ്ങൾ ചിലവഴിക്കേണ്ടത് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിലാണ്. പലർക്കും നല്ല തംബ്നെയിലൊന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്ന് പറയാറുണ്ട്. നമ്മുടെ ഒരു ക്ലാസ് ഉണ്ട് യൂട്യൂബിൽ, എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് തംബ്നെയിൽ അട്രാക്റ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ പറയുന്ന ഒരു ക്ലാസ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളിങ്ങനെ ഇരുന്ന് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അടുത്തതായി നമുക്ക് മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതായത് ലെങ്ത്ത്, വീഡിയോൻ്റെ ലെങ്ത്ത്. അപ്പോൾ ചിലരെന്താണ് ചെയ്യുന്നത്, വാച്ച് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് പറയേണ്ട വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടി പറയുക. ചിലർ ആളുകൾക്ക് ഉപകാരപ്പെടേണ്ട കാര്യം വളരെ കുറച്ചായിട്ട് പറഞ്ഞിട്ട് കൂടുതൽ റീവാച്ച് ചെയ്യിപ്പിക്കുക. അങ്ങനെ പല രീതിയിൽ നമ്മളിതിനെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വീഡിയോൻ്റെ സമയം, ഒരു ഡിമാൻഡ് ചെയ്യുന്നൊരു സമയം ഉണ്ടായിരിക്കും, ആ ഒരു സമയം മാത്രം നമ്മൾ പറയുക എന്നുള്ളതാണ്. ഒരുപാട് വാച്ച് ടൈമിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കൂട്ടുകയും വേണ്ട. അതുപോലെ ചെറിയ വീഡിയോസ് റീച്ച് ആവില്ല എന്നുള്ളത് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് 5 മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ റീച്ച് കിട്ടും, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ നമ്മുടെ ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും അത് ഡിമാൻഡ് ചെയ്യുന്ന ലെങ്ത്ത് മാത്രം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും പ്രധാനം ആളുകൾക്കത് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം,
പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണത്. അതായത് ട്രെൻഡിന് പിറകെ പോവുക. നമ്മളെപ്പോഴും പറയാറുണ്ട് ട്രെൻഡിങ് സബ്ജക്റ്റ്, നിങ്ങളുടെ ചാനലിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ട്രെൻഡിങ്ങിന് പിറകെ പോകുമ്പോൾ നമ്മുടെ ചാനലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം ട്രെൻഡിങ് സബ്ജക്റ്റ് ആണെങ്കിൽ അത് ഇതിലേക്ക് കൊണ്ടുവരിക, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിലവിൽ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യം നമ്മൾ ട്രെൻഡിങ് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിൽ കൊണ്ടുവരുമ്പോൾ അത് യൂട്യൂബിന് തന്നെ കൺഫ്യൂഷനാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ പറ്റണമെന്നില്ല. അപ്പോൾ ട്രെൻഡിങ് സബ്ജക്റ്റ് എപ്പോഴും നമ്മുടെ ചാനലിൽ ചെയ്യുന്ന കണ്ടൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അവരുടെ ചാനലിൽ അനുസരിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും അത് നമ്മൾ നേരെ കോപ്പി ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് നെഗറ്റീവായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രെൻഡിങ് സബ്ജക്റ്റ് ചെയ്തോളൂ, പക്ഷേ നമ്മുടെ ചാനലുമായിട്ട് കണക്റ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്യാൻ. അടുത്തതായിട്ട് ഒരുപാട് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, ഇത് ചെയ്യാത്തവർ പോലും ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതായത് ഇൻട്രോ, നല്ല ലെങ്ത്തുള്ള ഇൻട്രോ കൊടുക്കുക. അതായത് ആനിമേഷനും കാര്യങ്ങളും നമ്മുടെ ഫോണ്ടുകൾ ഇങ്ങനെ മാറി മറിഞ്ഞ് നമ്മളെ ഫോട്ടോസൊക്കെ അങ്ങനെയൊക്കെ വന്ന് ഒരുപാട് സമയമുള്ളൊരു ഇൻട്രോ ഒരു വീഡിയോക്ക് കൊടുക്കുക. അത് തീർച്ചയായിട്ടും 100% നിങ്ങളുടെ ചാനലിൽ നെഗറ്റീവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂവേഴ്സ് നിങ്ങളുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തത് നിങ്ങളുടെ വീഡിയോയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് എത്രയും വേഗത്തിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ മുന്നിൽ ഈ ഇൻട്രോ ഇങ്ങനെ പോകുമ്പോൾ അവർ സ്കിപ്പ് ചെയ്ത് പോകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലെങ്തി ഇൻട്രോകൾ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. മിക്ക ക്രിയേറ്റേഴ്സും ഇപ്പോൾ ഇൻട്രോകളൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരികയാണ്. കാരണം അത്രയും ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് നല്ലൊരു ഇൻട്രോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് തരുമോ എന്നൊക്കെ. അപ്പോൾ ഒരുപാട് സമയമുള്ള ഇൻട്രോകളാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അങ്ങനെ ചാനലിൽ ഇൻട്രോകളൊന്നും അധികം ആരും ചെയ്യുന്നില്ല, കാരണം ആളുകൾ സ്കിപ്പ് ചെയ്ത് പോകും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ നിങ്ങൾ 2026 ലെങ്തി ഇൻട്രോകൾ ചെയ്ത് നമ്മുടെ ഓഡിയൻസിൻ്റെ ക്ഷമയെ പരീക്ഷിക്കാതിരിക്കലാണ് നിങ്ങളുടെ ചാനലിന് നല്ലത്. അടുത്തതായിട്ട് ഒരുപാട് പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇങ്ങനെ പറയുക, അപേക്ഷിച്ചു കൊണ്ടിരിക്കുക. ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ ഒരാൾ പാവം തോന്നി സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ മിക്കവാറും അതൊരു ക്രിയേറ്റർ ആയിരിക്കണം. അതല്ലാതെ നോർമൽ ഓഡിയൻസിനോട് നമ്മളിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയേണ്ട കാര്യമില്ല. യൂട്യൂബിൻ്റെ ലേറ്റസ്റ്റ് അൽഗോരിതം പ്രകാരം ഒരു നിശ്ചിത സമയം നിങ്ങളുടെ വീഡിയോ അവർ കണ്ടു, ലൈക്ക് ചെയ്തു, കമൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അടുത്ത നിങ്ങളുടെ വീഡിയോ അവരിലേക്ക് റെക്കമെൻഡ് പോകും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയരുത് എന്ന് പറയുമ്പോൾ അത് പറയാം, അത് സന്ദർഭത്തിനനുസരിച്ച് അത് നിങ്ങളുടെ വീഡിയോയിൽ സ്വാഭാവികമായിട്ട് പറയുന്ന രീതിയിലാണ് നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അതല്ലാതെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ ചാനൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ഇങ്ങനെ ഓർമ്മിപ്പിക്കേണ്ട, അപേക്ഷിക്കേണ്ട കാര്യമില്ല. 2026 ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പകരം നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുക. വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൈൻഡ് ചെയ്യാം ഇതുപോലെയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ. അപ്പോൾ ഓഡിയൻസിന് അവിടെ ബോധ്യപ്പെടണം തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ബോധ്യപ്പെടൽ വന്നു കഴിഞ്ഞാൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. ഫൈനലി നമുക്ക് അവസാനത്തെ മിസ്റ്റേക്ക് നോക്കാം. അതായത് നിങ്ങളുടെ 1000 സബ്സ്ക്രൈബർ, 4000 വാച്ച് ടൈം, ഈ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം വീഡിയോ ചെയ്യാം. ഭയങ്കരമായിട്ട് നിങ്ങളെ നെഗറ്റീവ് അടിക്കാനുള്ളൊരു കാര്യമാണത്. നിങ്ങളുടെ ചാനലിൽ നെഗറ്റീവായിട്ട് വരുന്നൊരു സംഭവമാണത്. സബ്സ്ക്രൈബേഴ്സ് കൂടുക, മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയക്ക് വേണ്ടി വീഡിയോ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ കൂടെ സംഭവിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ ഓഡിയൻസിന് വേണ്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്യുക. ലൈക്ക്, കമൻറ്റ് സബ്സ്ക്രൈബും അതുപോലെ വാച്ച് ടൈമൊക്കെ ഇതിൻ്റെ കൂടെ വന്നോളും. നിങ്ങളൊരിക്കലും അത് മാത്രം വെച്ചിട്ട് 1000 സബ് 4000 വാച്ച് ടൈം ഇതാണ് എൻ്റെ ചാനലിൻ്റെ ലക്ഷ്യം, അത് വെച്ചിട്ട് പോകരുത്. നിങ്ങൾ ഓഡിയൻസിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ ടാർഗറ്റ് വെച്ച് അതിനു വേണ്ടി മാത്രം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൺവേർട്ടാകും, നിങ്ങൾക്ക് യൂട്യൂബ് മടുക്കും. അതല്ലെങ്കിൽ നിങ്ങൾ പാരലലായിട്ട് വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നോക്കും, സബ് ഫോർ സബ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ്. ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ തീർച്ചയായിട്ടും 2026 ഇപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. യൂട്യൂബിൻ്റെ അൽഗോരിതം കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മൾ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. ഇനി
നിങ്ങൾ പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ വ്യൂസ് വരാനും വേണ്ടി ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇവരൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡല്ല. പക്ഷെ അവർ അറിയാതെ ഈ മിസ്റ്റേക്കുകളൊക്കെ ചെയ്യാതിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ചാനൽ റീച്ചാകും. ഇവിടെ നമ്മളെന്താണ് ഇത് റീച്ചാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് ഇത്രയും കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ചാനലിന് അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പുറത്തോ ഇതിനെക്കുറിച്ചിട്ടൊന്നും ബോധേഡല്ലാത്തൊരു സാധാരണ ക്രിയേറ്റർ സിമ്പിളായിട്ട് വിജയിച്ച് പോകുന്നുണ്ടായിരിക്കും. അതിൻ്റെ മെയിൻ റീസൺ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അവർ റീച്ചാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങളും അതിന് മുതിരരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെയൊക്കെ ചാനൽ എത്രയും വേഗം ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയില്ല, യൂട്യൂബിൽ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വർക്കുകൾ നിങ്ങൾക്ക് ചെയ്തു തരണം എന്നുണ്ടെങ്കിലും ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ യൂസ്ഫുള്ളായിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.